ഇതാണ് അയ്യപ്പൻ കളരി പഠിച്ചപ്പോൾ താമസിച്ചിരുന്ന വീട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ അയ്യപ്പൻ കളരി പഠിച്ച സ്ഥലമാണ് ഇത്. കളരി പഠിച്ചപ്പോൾ അയ്യപ്പൻ താമസിച്ച വീടാണ്ട നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട അതിലുപരി ഇത് മാളിയപ്പുറത്തമ്മ വെച്ചാൽ ലളിതാംബിക, അയ്യപ്പന്റെ ഗുരുനാഥന്റെ മകളാണ് ലളിതാംബിക. ലളിതാംബിക ജനിച്ച വീടാണിത്. ഈ വീടെന്ന് പറയുന്നത് ഇതിപ്പോ ഇത് 3 നിലയാണ്. ഇതിന്റെ ഭൂമിക്കടിയിൽ ഇത്ര നില തന്നെ താഴത്തുണ്ട്. ഇത് ഒരു നില മേളിലും ഉണ്ട്. ഇതിന്റെ ഭൂമിക്കടിയിലോട്ടുണ്ടോ? ഇതിന്റെ ഭൂമിക്കടിയിലൊക്കെ ഉണ്ട്. സാധിക്കാത്തത് അതിന്റെ അടിയിലാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം ഇരിക്കുന്നത്. പഴയ താളയോല ഗ്രന്ഥങ്ങളും ഇപ്പോഴും അത് അനിയനാണ് എന്റെ അമ്പലത്തിലെ ശാന്തി തന്ത്രി. പുള്ളി അത് പിന്നെ കാത്തു സൂക്ഷിക്കുന്ന വായിക്കുക. പിന്നെ അതിനകത്ത് നാഗങ്ങൾ കാവൽ നിൽക്കുന്നവരാണ്. കാവലുണ്ട്. അതെ, അത് നമുക്ക് പുറത്തുനിന്ന് ആരും അതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. എന്തായാലും അയ്യപ്പന്റെ ഈ കളരി പഠിച്ച സ്ഥലവും പിന്നെ നമ്മുടെ ഈ വീടൊക്കെ കാണാൻ പറ്റിയത് നമുക്ക് തന്നെ അല്ലേ സന്തോഷമുണ്ട്. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടായിക്കോട്ടെ ഇതൊക്കെ വന്ന് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പക്ഷേ നമുക്കിപ്പോൾ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാളുണ്ട്. ചില അയ്യപ്പൻ പൂഴിയംഗത്തിന് ഉപയോഗിച്ച വാൾ. പൂഴിയംഗം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠിതരുടെ വീരാസനമാണ്. വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ എയറിലേക്ക് പൊങ്ങിപ്പോകുന്നത്. അത് കളരിയുടെ ഒരു മുറയാണ്. ആ വീരാസനം ആണ് നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ. അതിലുപയോഗിക്കുന്ന വാള് ചില ഈ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് 7 അടിക്ക് മേളിൽ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു വാളാണ് നമുക്കിവിടെ. സാധാരണ എല്ലായിടത്തും വാളിന് ഒരു സൈഡ് മുറിച്ചായിട്ട് 2 സൈഡ് വെച്ചു. ഈ വാളിന് 3 സൈഡ് മുറിച്ചാണ്. അങ്ങനത്തെ ഒരു വാളാണ് നമുക്കിവിടെ ഇരിക്കുന്നത്. ഇതാണ് അല്ലെ ശബരിമല അയ്യപ്പന്റെ വാള് അല്ലെ. വാളും അരക്കച്ചയും. അപ്പൊ വാളും അരക്കച്ചയും എടുക്കാൻ വേണ്ടി പോണേട്ടാ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ മുട്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ തട്ടിയും മുട്ടിയിട്ടൊക്കെ വേണം കയറാൻ. കേട്ടാ, സ്വാമി കയറുമ്പോൾ ഇങ്ങനെ മുട്ടണം. ഒരാൾ വരുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. വേറെ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. നമുക്കിവിടെ വന്ന് നിൽക്കാൻ തന്നെ പറ്റിയതിൽ വളരെയധികം സന്തോഷവും ഒരു ഭാഗ്യവും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ശബരിമല ശാസ്താവിൻ്റെ ആ പൊന്നുവാള് അയ്യപ്പൻ കളരി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള വാളാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. എല്ലാവരും ഷെയർ ചെയ്യണം. അയ്യപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇതണ്ട, ഇതാണ് ആ വാള്. നൂറ്റാണ്ടുകൾക്ക് വർഷം പഴക്കമുള്ള അല്ലേ വാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടോളൂ. ഈ ലോകം മൊത്തം അല്ലെ നമ്മുടെ അയ്യപ്പന്റെ വാള് വാളിന് 3 സൈഡ് മുറിച്ചുണ്ട്. 3 സൈഡും മുറിച്ചുണ്ട് ഈ വാളിന്. ഇത് എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന വാളാണ്. ശരിക്കും 800 വർഷം പഴക്കം ഉണ്ടാവില്ലേ? 800 വർഷം പഴക്കമുള്ള അയ്യപ്പന്റെ വാളാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇത് അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന അരക്കച്ചയാണ്. ചില അയ്യപ്പൻ ഈ യുദ്ധത്തിനൊക്കെ ഇറങ്ങാൻ നേരത്ത് അരയിൽ വലിച്ചു കിട്ടുന്നതാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. 12 മീറ്റർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 108 കൂട്ടം പച്ചമരുന്നിന്റെ ചാറിനകത്തിട്ട് ചെയ്യുന്നതാണ്. 108 കൂട്ടം പച്ചമരുന്ന് ചാറിൽ ഇട്ട് ചെയ്യുന്ന സംഭവം. ഇത് വലിച്ച് അരയെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അവിടേക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ ഈ തുണിയിൽ കൂടെയാണ് മുറിവ് പറ്റുന്നുണ്ടെങ്കിൽ ആ മുറിവ് ഓട്ടോമാറ്റിക് ഉണങ്ങുകയും രക്തം കട്ടുപിടിക്കുകയും ചെയ്യും. പഴയ ആ ശാസ്ത്രം പോലത്തെ സംഭവം. അതെ. എന്തായാലും ഇതെല്ലാം കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമായെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചോ. അത് കെടാവിളക്കാണ് ഇരിക്കുന്നത്. ഇത് മകരവിളക്ക് സമയത്ത് മാത്രമേ അല്ലെ ഇത് കിടത്തുള്ളൂ എന്നാണ് സ്വാമി പറയണത്. ഒറിജിനൽ മണിച്ചത് താഴ്. ഈ പൂട്ട് തുറന്നാലാണ് നമുക്കിങ്ങനെ മണിനാദം 3 പ്രാവശ്യം തിരിക്കുന്ന വെച്ചാൽ ആ 3 പ്രാവശ്യം മണിനാദം കേൾക്കാൻ പറ്റും. നമുക്കൊരു 100 മീറ്റർ മേളിൽ വരെ ഇതിന്റെ മണിനാദം കേൾക്കാൻ പറ്റും. അതായത് ഈ മണിച്ചിത്രത്താഴ് പൂട്ടിന്ന് കേട്ടു. ഇതാണ് സംഭവം അല്ലേ? ഇത് തുറക്കാൻ നേരത്ത് മണിനാദം കേൾക്കൂല്ലേ? അത് പഴയ പുരാതനമായിട്ടുണ്ടാവും അല്ലെ? തുറന്നു കഴിയുമ്പോൾ മണിനാദം കേൾക്കും. അപ്പൊ ഇത് തുറന്നെന്ന് അല്ലെ എല്ലാവരും അറിയാൻ പറ്റും. അപ്പൊ കള്ളന്മാർക്ക് നടക്കൂല മണി. അപ്പൊ പഴയ ആ ഒരു സംഭവമാണ് എപ്പോഴും ആൾക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്.
അല്ലെ? ഇതിന് എത്ര വർഷം പഴക്കമുണ്ട്? 800 വർഷം പഴക്കമുണ്ട്. ഇത് അതിന് മേളിൽ വർഷമുണ്ട്. ഇത് 10,000 വർഷം അയ്യപ്പൻ ചരിത്രത്തിന് മുമ്പുള്ള വീടാന്നാ പറയുന്നത്. അതല്ലേ? അപ്പൊ എന്തായാലും ഒരു 1000 വർഷം ഉണ്ടാവും. 900 വർഷം, 100 വർഷം കൂടെ കൂട്ടാം. 900 വർഷം, 1000 വർഷം പഴക്കമുണ്ടാവും. പഴക്കമുണ്ടാവും. എന്തായാലും അവിടത്തെക്കാളും കൂടുതൽ പഴക്കമുണ്ട് അല്ലെ? ഇത് അയ്യപ്പന്റെ ഗുരുനാഥന്റെ വീടാണ്. ഇവിടെ താമസിച്ചാണ് അയ്യപ്പൻ കളരിപ്പയറ്റ് പഠിച്ചത്. അതുപോലെ ഗുരുനാഥന്റെ മകളാണ് മാളികപ്പുറത്തമ്മ. മാളികപ്പുറത്തമ്മയുടെ പേര് ലളിതാംബിക എന്നാണ്. ലളിതാംബിക വെച്ചാൽ മാളികപ്പുറത്തമ്മ ജനിച്ച വീടാണിത്. അപ്പൊ മാളികപ്പുറത്തമ്മേനെ അയ്യപ്പൻ ഇവിടെ വെച്ച് കാണുന്നത്. അതെ. ഈ അരവണ ചീരപ്പഞ്ചറക്കാരുണ്ടാക്കിയെന്നാ പറയണം. ഏരവണ പായസം ശബരിമല കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അതിന്റെ പേറ്റന്റ് കിട്ടുന്ന ചീരപ്പഞ്ചറക്കാണ്. പൂഴിയങ്കം എന്ന് പറയുന്ന ഒരു വിദ്യ ചീരപ്പഞ്ചറക്കാർക്ക് സ്വന്തമായിട്ടുള്ള വെച്ചാൽ അത് ഈ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന, അത് പുറത്തുനിന്ന് ഒരാളെ പഠിപ്പിക്കത്തില്ല. ആ ഒരു വിദ്യ പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ഇവിടെ വരുന്നത്. ആ വിദ്യ അയ്യപ്പൻ ആദ്യമായി പറഞ്ഞത് മൊത്തമായിട്ടല്ല, അതിന്റെ ഓരോ രീതികൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മാളികപ്പുറത്തമ്മ, ലളിതാംബികയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കുന്ന ചെയ്ത് കണ്ടാണ് ഗുരു മനസ്സിലാക്കുന്നത് ഇത്ര കഴിവുള്ള വ്യക്തിയാണെന്നും അയ്യപ്പനാണെന്നും. അങ്ങനെയാണ് ഗുരു ഈ പൂഴിയങ്കം അയ്യപ്പന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ മാളികപ്പുറത്തമ്മേനെ അയ്യപ്പൻ കണ്ട സ്ഥലവുമാണിത്. അത് മാത്രമല്ല, മാളികപ്പുറത്തമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ സൗഭാഗ്യം നമുക്ക് എന്താ വേണ്ടത്? മാളികപ്പുറത്തമ്മനെയും അയ്യപ്പനെയും ഈ വീടും ഈ മണിച്ചിത്രത്താഴും അയ്യപ്പന്റെ വാളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരെയും സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മ ലോകമാതാവും ഗണപതിയും എല്ലാ ദൈവങ്ങളും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.